ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി മുട്ടക്കറിയുടേതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പാനിലോട്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്കൊരു 3 പച്ചമുളകും 4 അല്ലി വെളുത്തുള്ളി അല്ലിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നല്ലവണ്ണം ചതച്ചെടുത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലവണ്ണം വഴറ്റിയതിന് ശേഷം ഒന്ന് കളറ് മാറി തുടങ്ങിയാൽ നമുക്കിതിലോട്ട് സവോള ചേർത്ത് കൊടുക്കാം. രണ്ട് സവോള കനം കുറച്ച് സ്ലൈസ് ചെയ്താണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലോട്ടൊരു 3 തക്കാളി കനം കുറച്ച് സ്ലൈസ് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിയും സവോളയും ഒക്കെ നല്ലവണ്ണം വാടിയിട്ട് വേണം ഇതിലോട്ട് മസാലകൾ ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ ഇതിലല്പം കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് എരിവിനാവശ്യമായിട്ട് 2 ടീസ്പൂണ് മുളക് പൊടിയും 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഇതിലോട്ട് മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലോട്ട് താറാവ് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 3 താറാവ് മുട്ട ഇതുപോലെ നടുവേ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലോട്ടൊക്കെ ഒരല്പം കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി താറാവ് മുട്ടയിലോട്ടൊക്കെ ഒന്ന് മസാല പിടിക്കാനായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതിലോട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനൊരു തേങ്ങയുടെ പകുതി ചുരണ്ടിയെടുത്ത് അതിൻ്റെ നല്ല കട്ടിയുള്ള പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല കട്ടിയുള്ള പാല് തന്നെ ഒഴിച്ചു കൊടുക്കാൻ നോക്കണം. എന്നിട്ട് ഇത് നല്ലവണ്ണം തിള വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്